കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ വേറൊരു പുതിയ കഥ കേൾപ്പിക്കാം. അതിന്റെ പേരാണ് ബുദ്ധൂമലിന്റെ ഭാഗ്യം. വളരെ പണ്ട് നടന്ന കാര്യമാണ്. ഒരു രാജ്യത്ത് വിഷ്ണു പ്രതാപ് സിംഗ് എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദയാലുവായിരുന്നു. അദ്ദേഹം എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിച്ചിരുന്നു. അതിനാൽ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം രാജാവ് തന്റെ ദർബാറിൽ മന്ത്രിയുമൊത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രസിദ്ധനായ ഒരു വ്യാപാരി സേഠ് മുരളീധർ കരഞ്ഞുകൊണ്ട് സഭയിലേക്ക് വന്നു. മഹാരാജാവേ, ഞാൻ ആകെ കഷ്ടത്തിലാ, എന്നെ സഹായിക്കണം. എന്തുപറ്റി? സാവകാശം പറയൂ. ഇന്നലെ രാത്രി ഞാൻ മറ്റൊരു രാജ്യത്തെ വ്യാപാരിയുമായി വ്യാപാരം ഉറപ്പിച്ചതാ. അതിൽ നിന്ന് എനിക്ക് 500 സ്വർണമുദ്രയും ലഭിച്ചു. ഞാൻ രാത്രി തന്നെ ആ സ്വർണമുദ്രകളെ എന്റെ അലമാരിയിൽ സൂക്ഷിച്ചു വച്ചതാ. എന്നാൽ രാവിലെ അലമാരി തുറന്നു നോക്കിയപ്പോ ആ സ്വർണവും എന്റെ ബാക്കി ഉണ്ടായിരുന്ന ധനവും നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് മോഷണമോ? ഇത് നാം ഒരിക്കലും പൊറുക്കുകയില്ല. എത്രയും വേഗം ആ കള്ളനെ പിടിച്ചില്ലെങ്കിൽ അവന്റെ ധൈര്യം ഇനിയും വർദ്ധിക്കും. മഹാമന്ത്രിജി, എത്രയും പെട്ടെന്ന് ആ കള്ളനെ പിടികൂടി നമ്മുടെ മുൻപിൽ കൊണ്ടുവരൂ. നാം അയാൾക്ക് കഠിനമായ ശിക്ഷ നൽകുന്നതാണ്. രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് മന്ത്രി കുറച്ച് സൈനികരെയും കൂട്ടി രാജകൊട്ടാരത്തിന്റെ വാതിൽക്കലേക്ക് നീങ്ങുന്നു. രാവിലെ മുതൽ വൈകുന്നേരമായി. എന്നാൽ അവർക്ക് കള്ളനെപ്പറ്റി ഒരറിവ് ലഭിച്ചില്ല. ഇങ്ങനെ കുറച്ചു ദിവസം കടന്നുപോയി. ഒരു ദിവസം രാജകുമാരിയുടെയും അപഹരണം നടന്നു. ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? ആദ്യം രാജ്യത്ത് കളവ് നടന്നു. എന്നാൽ ഇപ്പോൾ ആർക്കാണ് ഇത്ര ധൈര്യമുണ്ടായത് നമ്മുടെ പുത്രിയെ അപഹരിച്ചു കൊണ്ടുപോകാൻ? മഹാമന്ത്രി, ഇതുവരെയും ആ കള്ളനെപ്പറ്റി ഒരു സൂചനയും ലഭിക്കാത്തതെന്താ? മഹാരാജാവേ, ഞങ്ങൾ കുറച്ചു ദിവസമായി രാത്രി രാജ്യം മുഴുവൻ എല്ലാ സ്ഥലത്തും നോക്കി. എന്നാൽ ഇതുവരെ കള്ളനെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും. ആരാണ് ഈ കുരുക്കൊന്ന് അഴിച്ച് നമ്മുടെ പുത്രിയെയും ആ കള്ളനെയും നമ്മുടെ മുൻപിൽ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നത്? ബുദ്ധൂമൽ, ബുദ്ധൂമൽ, താങ്കൾക്ക് ഈ ജോലി ചെയ്യാനാകും. നമുക്ക് അങ്ങയുടെ ജോലിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. തന്റെ ഇരിപ്പിടത്തിൽ വളരെ സമാധാനത്തോടെ ഇരുന്നിരുന്ന മന്ത്രി ബുദ്ധൂമൽ മഹാരാജാവിന്റെ നാവിൽ നിന്ന് തന്റെ പേര് കേട്ടതും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ബുദ്ധൂമൽ, താങ്കൾ ഈ ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കുമെന്ന്. മഹാരാജാവിന്റെ വാക്കുകൾ കേട്ടതും ബുദ്ധൂമലിന്റെ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയതുപോലെയായി. അത് മാത്രമല്ല, അയാൾ മനസ്സിൽ മഹാരാജാവിനെ വേണ്ടുവോളം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. ഈ രാജാവ് നശിച്ചു പോയാ മതി. എനിക്കറിയില്ല എന്റെ ഈ ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതം കണ്ടിട്ട് ഇദ്ദേഹത്തിന് എന്ത് ബുദ്ധിമുട്ടാണുള്ളതെന്ന്. ശരി മഹാരാജാവേ, താങ്കളൊട്ടും വിഷമിക്കണ്ട. ഞാൻ പെട്ടെന്ന് തന്നെ ആ കള്ളനെയും രാജകുമാരിയെയും താങ്കളുടെ സമക്ഷം കൊണ്ടുവരാം. താങ്കൾക്ക് അവരെ തിരയുവാനായി രാജ്യത്ത് നിന്ന് എന്ത് സഹായം വേണമെങ്കിലും നമ്മോട് ഒരു മടിയും കൂടാതെ ആവശ്യപ്പെടാവുന്നതാണ്. നാം താങ്കൾക്ക് എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും ചെയ്തു തരാം. അതിനുശേഷം ബുദ്ധൂമൽ ദുഃഖിതനായി തന്റെ കൂടെ കുറച്ച് സൈനികരെയും കൂട്ടി രാജകുമാരിയെയും കള്ളനെയും കണ്ടുപിടിക്കാനായി പുറപ്പെടുന്നു. എന്നെ എന്താ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കെന്നാണോ കരുതിയിരിക്കുന്നത്? ഒന്ന് ഞൊടിച്ചാലുടൻ രാജകുമാരിയെയും കള്ളനെയും ഒരുമിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ? എന്റെ ഈശ്വര, ഇതൊരു വല്ലാത്ത പ്രശ്നത്തിലാ പെട്ടുപോയത്. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ ബുദ്ധൂമലിന് രാജകുമാരിയെയും കള്ളനെയും കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. അതിനുശേഷം രാജാവിന്റെ ശിക്ഷയെയും അപമാനത്തെയും ഭയന്ന് അയാൾ ഈ രാജ്യത്ത് നിന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചു. അങ്ങനെ രാത്രിയായപ്പോൾ തന്റെ കുതിരയുമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അയാൾ രാജ്യത്തിന്റെ അതിർത്തിയിൽ എത്തിയപ്പോഴേക്കും അതിനടുത്തുള്ള തകർന്ന കെട്ടിടത്തിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുകയുണ്ടായി. എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കാമെന്ന് കരുതണ്ട. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനെന്നോ? ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ നിനക്ക് ഒന്നിന്റെയും കുറവ് വരുത്തുകയില്ല. ഇപ്പോ എന്റെ അടുത്ത് ധാരാളം ധനമുണ്ട്. നിനക്കാരും ജോലിയൊന്നും തരില്ലല്ലോ. പിന്നെ ഈ ധനമെല്ലാം നീ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ഞാനൊരു രാക്ഷസനാണ്. എനിക്ക് ആരോടും ധനം ആവശ്യപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് എന്ത് വേണമെന്ന് തോന്നുന്നോ അത് ഞാൻ പ്രാപ്തമാക്കുക തന്നെ ചെയ്യും.
ഇതിനർത്ഥം നീ ധനത്തിനു വേണ്ടി ആരെയോ കൊന്നതാണല്ലേ? നീ നിന്നെ പറ്റി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എന്റെ പിതാവ് നിന്റെ തടങ്കലിൽ നിന്ന് എന്നെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും. പിന്നെ നിന്റെ അവസ്ഥ എന്താവാനാ? അത് നിനക്ക് സങ്കല്പിക്കാൻ കൂടി ആവില്ല. ഇതുവരെയും ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നാൽ നാട്ടിലെ ഏറ്റവും ധനികനായ വ്യക്തിയുടെ വീട്ടിൽ മോഷണം നടത്തി പണം കവർന്നിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും എന്റെ പ്രേമത്തിന് ഇടങ്കോലിട്ടാൽ ഞാൻ അയാളെ കൊന്നു തിന്നുന്നതാണ്. തകർന്ന കെട്ടിടത്തിന് വെളിയിൽ നിന്നിരുന്ന ബുദ്ധുമൽ രാജകുമാരിയും രാക്ഷസനും തമ്മിലുള്ള സംഭാഷണം മുഴുവൻ കേൾക്കുന്നു. അഥവാ ഞാൻ രാജകുമാരിക്കൊപ്പം ഈ കള്ള രാക്ഷസനെയും മഹാരാജാവിന്റെ സമക്ഷം കൊണ്ടുപോയാല് മഹാരാജാവ് എന്നെ പണം കൊണ്ട് മൂടുന്നതായിരിക്കും. അതോടെ എനിക്ക് ആയുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാം. ബുദ്ധുമൽ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. എന്നിട്ട് നാട്ടിൽ പോയി ചില സൈനികരെയും കൂട്ടി തകർന്ന കെട്ടിടത്തിൽ മടങ്ങിയെത്തുന്നു. എന്നിട്ട് സൈനികരെ വെളിയിൽ നിർത്തിയിട്ട് സ്വയം അകത്തേക്ക് പോകുന്നു. അവൻ അകത്ത് കടന്നപ്പോൾ രാക്ഷസന് മനുഷ്യഗന്ധം അനുഭവപ്പെടുന്നു. അവൻ തന്റെ ചുറ്റുപാട് നോക്കുമ്പോൾ അവന്റെ നോട്ടം ഭിത്തിയുടെ പിന്നിൽ നിൽക്കുന്ന ബുദ്ധുമലിൽ പതിയുന്നു. ഓഹോ, ഇന്ന് ഭക്ഷണം നേരിട്ട് വന്നിരിക്കുകയാണല്ലോ വിശക്കുന്നവന്റെ അടുക്കൽ. രാക്ഷസൻ ബുദ്ധുമലിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. എന്നിട്ട് അവനെ തിന്നാൻ തുടങ്ങുമ്പോൾ ബുദ്ധുമൽ പറയുന്നു, അല്ലേ, ഞാനിവിടെ നിന്റെ ഗുണത്തിന് വേണ്ടിയാ വന്നിരിക്കുന്നത്. എന്നിട്ട് നീ എന്നെ തന്നെ തിന്നാൻ ഒരുങ്ങുകയാണോ? ആലോചിക്ക്, പിന്നീട് നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരരുത്. എന്തു ഗുണമാണ്? നീ എന്നെ പോകാൻ അനുവദിച്ചാല് ഈ കെട്ടിടത്തിന് വെളിയിൽ നിൽക്കുന്ന സകല ആളുകളും നിന്റേതാകും. പക്ഷെ അതിനുവേണ്ടി നീ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരേണ്ടതുണ്ട്. എന്തു ചോദ്യം? കുട്ടിക്കാലം മുതലുള്ള എന്റെ സ്വപ്നമായിരുന്നു ഏതെങ്കിലും രാക്ഷസനോട് തീർച്ചയായും ചോദിക്കണമെന്ന്. അതായത് രാക്ഷസന്മാർ മരിക്കുവോ ഇല്ലയോ എന്ന്. കാരണം ഞാൻ കഥകളിൽ വായിച്ചിട്ടുണ്ട് രാക്ഷസന്മാർക്ക് മരണമില്ല എന്ന്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയായിരിക്കും? ഇത്രയുള്ളോ കാര്യം? ഞങ്ങളുടെ മരണം അത്ര പെട്ടെന്നൊന്നും സംഭവിക്കില്ല. കാരണം ഞങ്ങളുടെ ജീവൻ ഈ ശരീരത്തിലല്ല, മറിച്ച് വേറൊരു ജീവിയുടെ ശരീരത്തിലാണുള്ളത്. എന്റെ ജീവൻ ആ കണ്ണാടിക്കുള്ളിൽ കിടക്കുന്ന അണ്ണാന്റെ ഉള്ളിലാണ്. അതിനാൽ ആർക്കും എന്നെ കൊല്ലാനാവില്ല. മന്ത്രി ബുദ്ധുമൽ, നിനക്ക് നിന്റെ രാജ്യത്തെ വഞ്ചിക്കുന്നതിൽ തെല്ലും ലജ്ജ തോന്നുന്നില്ലേ? ചാതിയൻ. രാജകുമാരി ബുദ്ധുമലിനോട് ദേഷ്യപ്പെടുന്നതിനിടയിൽ ബുദ്ധുമൽ രാക്ഷസനെ ഭക്ഷണത്തിനായി കെട്ടിടത്തിന് വെളിയിലേക്ക് അയച്ചിട്ട് സ്വയം അണ്ണാറക്കണ്ണന്റെ കൂടിനടുത്തെത്തി അണ്ണാറക്കണ്ണനെ തന്റെ കൈപ്പിടിയിലാക്കുന്നു. ഇക്കാരണത്താൽ രാക്ഷസൻ പിടയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷേ ബുദ്ധുമൽ അണ്ണാറക്കണ്ണനെ വിട്ടില്ല. അവൻ രാജകുമാരിയെയും ഒപ്പം രാക്ഷസനെയും മഹാരാജാവിന്റെ സമക്ഷം കൊണ്ടുപോകുന്നു. അതിനുശേഷം മഹാരാജാവ് അണ്ണാറക്കണ്ണനെ തന്റെ കൈപ്പിടിയിലാക്കിയിട്ട് രാക്ഷസനെ തടവിലാക്കുന്നു. ഒപ്പം ബുദ്ധുമലിന് ധാരാളം ധനം നൽകി ആദരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.